നമസ്കാരം. ശ്രീരാമന്റെ ജന്മനാട്ടിൽ ആഘോഷം മാത്രം. തീർത്ഥാടകർ ഒഴുകുകയാണ്. അയോധ്യയിൽ ബാലരാമ വിഗ്രഹത്തിന് ഇന്ന് ചൈതന്യം പകരും. ഉച്ചയ്ക്ക് 12-ന് ശേഷമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ. 12:20 തുടങ്ങുന്ന ചടങ്ങുകൾ 1 മണി വരെ നീളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും പ്രാണപ്രതിഷ്ഠ. പ്രധാനമന്ത്രി പ്രധാന യജമാനനാകും. നേരത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന മോദിയാണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ അയോധ്യയിലേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 8000 അതിഥികളുടെ സാന്നിധ്യമുണ്ടാവും. പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും അയോധ്യയുടെ ആഘോഷങ്ങൾക്ക് തടസ്സമില്ല. പ്രധാനമന്ത്രിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പഴുതടച്ച സുരക്ഷയാണ്. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി 10 ലക്ഷം മൺചിരാതുകളിൽ തിരിതെളിയും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അധിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം 16-നാണ് തുടങ്ങിയത്. വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 114 കലശങ്ങളിൽ നിറച്ച വെള്ളം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത്. കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് കണ്ണു തുറക്കുക. 11:30-നാണ് താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത്. 12:20 ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത ബാലരൂപത്തിലുള്ള ശ്രീരാമ ഭഗവാന്റെ രൂപമാണ് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠ. 5 വയസ്സ് പ്രായമുള്ള രൂപമാണ് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീഥികളും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിച്ച 7500 പൂച്ചെടികളും നട്ടു. നഗരവീഥികളിലെങ്ങും കൊട്ടുംപാട്ടും കലാപരിപാടികളും അരങ്ങേറി. തിങ്കളാഴ്ച പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാജ്യത്തെ 50 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളും പരിസരത്തെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, CRPF, തീവ്രവാദ വിരുദ്ധ സേന, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, പാരാ കമാൻഡോകൾ തുടങ്ങി വിവിധ ഏജൻസികളാണ് അയോധ്യയിൽ സുരക്ഷയൊരുക്കുന്നത്. UP സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവിടെ നിലയുറപ്പിക്കും. SDRF സംഘങ്ങളെ സരയൂ നദിയിൽ ബോട്ട് പെട്രോളിംഗ് നടത്താനായി വിന്യസിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2000-ഓളം പേരെയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര പേർ എത്തുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പ്രമുഖ സന്യാസിമാരടക്കം പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. ISRO ചെയർമാൻ S. സോമനാഥ്, മെട്രോമാൻ E. ശ്രീധരൻ, നടൻ മോഹൻലാൽ, ബൈജൂസ് ഗ്രൂപ്പിന്റെ ബൈജു രവീന്ദ്രൻ, PT ഉഷ എന്നിവർ ക്ഷണം ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടുന്നു. ഏകദേശം 8000 പേർക്കാണ് ഔദ്യോഗിക ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത്. ഇതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ്. കേരളത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി, സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ, സ്വാമി അധ്യാത്മാനന്ദ ചൈതന്യ എന്നിവരുൾപ്പെടെ 25ഓളം സന്യാസിമാർ അയോധ്യയിലെത്തിയിട്ടുണ്ട്. അതിനു പുറമെ 500 VVIPകളെയും സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. 54 രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇതിലുൾപ്പെടും. അമിതാഭ് ബച്ചൻ മുതൽ ഉസ്താദ് അംജദ് അലി ഖാൻ വരെയുള്ളവർ ഇതിലുണ്ട്. രജനികാന്ത്, ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരിൽ ഉൾപ്പെടും. രാമായണ സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ, സീരിയായി വേഷമിട്ട ദീപക് ചിഗ്ലെ എന്നിവർക്കും ക്ഷണമുണ്ട്. ബോളിവുഡ് താരങ്ങൾ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും അടക്കമുള്ള വ്യവസായികൾ, ചലച്ചിത്ര സംവിധായകർ, സംഗീതജ്ഞർ, സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും വിശ്വനാഥൻ ആനന്ദം അടക്കമുള്ള കായിക താരങ്ങൾ തുടങ്ങിയവരും ക്ഷണിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു.